Guys, welcome to the family. Subscribe ചെയ്യണം, share ചെയ്യണം, തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കണം. അപ്പൊ ഞങ്ങൾ നാട്ടിലാണ് ഇപ്പൊ മനസ്സിലായല്ലോ. ഞങ്ങളുടെ അമ്പാടി കുക്കുണ്ട്, അവരെ വീട്ടിലേക്ക് പോവാണ്, വിച്ചിട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇനി അവിടുത്തെ വിശേഷങ്ങൾ അച്ഛനമ്മയും ബൈക്കിൽ പോയി. ഇതേ നമ്മുടെ അമ്മായി അവിടെ ഇരിക്കുന്നു. അമ്മായി ഒരു കായ് കൊടുക്ക്, അമ്മായിനെ കാണാല്ലേ? അമ്മായി സീറ്റിന്റെ ബാക്കിലാ. അപ്പൊ അമ്മായി നമ്മുടെ കൂടിന്റെ പിള്ളേരുണ്ട്. പിന്നെ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പൊ അതാണ് ഇന്നത്തെ വ്ളോഗ്. വിച്ചുന്റെ ചേച്ചിയുടെ ചേട്ടന്റെയും വീട്ടിലേക്കാണ് പോണേ. അവിടെ ചേച്ചിയുടെ അമ്മ, ചേട്ടന്റെ അമ്മ, വിച്ചുന്റെ അളിയന്റെ അമ്മ വയ്യാണ്ട് ഇരിക്കെടുക്കാം. 95 വയസ്സായില്ലേ? ഇപ്പഴാണ് ഇതുവരെ നല്ലതായിട്ട് ആക്റ്റീവ് ആയിരുന്ന ആളാണ്. ഇപ്പഴാണ് വയ്യാണ്ടായ. അപ്പൊ അമ്മേനെ കാണും ചെയ്യാം. അവിടെ പോയി. അപ്പൊ എന്തായാലും ചേച്ചിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അമ്മ വയ്യാതെ. അപ്പൊ ബാക്കി അപ്പൊ അങ്ങോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. അച്ഛനമ്മ വേഗം മുന്നിലെത്തിണ്ട്. അമ്പാടി പറയ് ഗൈസ്. അങ്ങനെ നമ്മൾ വണ്ടി ഓടിയിട്ടുണ്ട് കേട്ടാ. നമ്മളുടെ ഗിരിച്ചാറിൻ്റെ വീട്ടിലെത്തി. ചേട്ടനാണ് ഫ്രണ്ടിൽ വന്ന അപ്പൂസ്. ചേച്ചിക്കും പിള്ളേർക്കും ചേട്ടനുള്ള ഡ്രസ്സും സാധനങ്ങളും. ഗിരിച്ചേട്ടൻ ഹായ് കൊടുത്ത വണ്ടി. വിഷുവിന്റെ പെണ്ണ, വിഷുവിലെ വിഷുവിന്റെ പെണ്ണ്. ഓർമ്മയില്ലേ? ഓർമ്മയില്ലേ? ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ സമരം തുടരുന്നു. മെഡിക്കൽ കോളേജിൽ രാത്രികാലത്തിൽ പുലർത്തുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കമ്പൽസറി നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ സമരം 3ാം ദിവസവും തുടരുകയാണ്. അജിച്ച് അമ്മമ്മ കണ്ട അമ്മമ്മ മെഡിക്കൽ കോളേജ് തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് നഴ്സിംഗ് സൂപ്രണ്ട് എന്നെ ചോദിച്ചു കേട്ടില്ലേ ഏതാ ഉണ്ണിയാർച്ചാണ്. നമ്മുടെ കൂടെ പോവാന്ന് പറഞ്ഞാല് നാളെ ഞാൻ യാത്രയാവുന്നു. ഭയങ്കര ക്ഷീണായില്ലേ, വര പോലെ. അന്ന് നല്ല തടിയായിരുന്നു. പല്ലും പോയി, പല്ലുണ്ടായിരുന്നല്ലോ. മറ്റേ ബർത്ത്ഡേയുടെ ഫോട്ടോയിലൊക്കെ പല്ലുണ്ടായിരുന്നല്ലോ. ഇതിനാണ് 2 അതെ പല്ല് വണ്ണം കുറഞ്ഞപ്പോ കോഴിക്കോട്ടെ ഹോട്ടലിൽ വെച്ച് ഡോക്ടർക്ക് നിശ്ചായിരുന്നു. അന്ന് തന്നെ വീട് സ്ഥലപ്പെടുത്തുന്നതിനായി ഡോക്ടറെ വിളിപ്പിച്ച ഡോക്ടറുടെ പരാതിയിൽ ഇർഷാനെ 7 മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും സൈബർ സെല്ലിന്റെ സഹായത്തോടെ പിടികൂടിയത്. 1 ലക്ഷം രൂപ വീതം ഇവർ കൈപ്പറ്റിയിട്ടുണ്ട്. കേസിലെ 2ാം പ്രതിയായ മാജിദാണ് ഇർഷാനെ ഡോക്ടർക്ക് പരിചയപ്പെടുത്തിയത്. അതെന്റെ മതില്ലാത്തത് അവന് അമ്മ മൊബൈൽ ചായയും ഭക്ഷണം കഴിക്കാൻ അമ്മ തീരെ ആവശ്യം ഫോട്ടോ മനസ്സിലാവുള്ള 95 വയസ്സായിട്ടോ.
കഴിച്ചു. ചേട്ടൻ കുറെ ആദ്യത്തിന് കുറെ ബിസ്ക്കറ്റുകളും ഉണ്ട് സാറ് നല്ല ടേസ്റ്റുള്ള കഴിച്ച് ശീലന്നൊക്കെ. രണ്ടാളുകൂടെ വന്നിരിക്കുന്നുണ്ട്. ഇത് ഇവിടത്തെ അല്ലേ? അപ്പുറത്തേന്ന് പേര് ഉണ്ണിയപ്പല്ലത്. അത് അർസാന അതാ. ഓഹോ വെറൈറ്റി സാധനം ഉണ്ണിയപ്പ. ഞങ്ങൾക്ക് വെറൈറ്റി പോക്കനൊക്കെ ഉണ്ട്. എന്തിട്ട് വെക്കണ? ബീഫ് കായ. അത് അയല വറുത്തതും ബീഫ് ഫ്രൈ. ഇപ്പൊ ഞങ്ങൾ ഉണ്ണിയപ്പം ബീഫും ബീഫിൽ കായിട്ടിട്ട് വെക്കണം. പിന്നെ അയല സെറ്റാക്കാനായിട്ട് തരട്ടാനായിട്ട് വെച്ചിട്ടുണ്ട്. അയല ഫ്രൈ. അമ്മാവേട്ടാ ഇങ്ങനെ ഇരുന്ന ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന മാമക്ക ഇങ്ങനെയായിരുന്നു അമ്മാമ്മ. ഞങ്ങള് ലാസ്റ്റ് കാണുമ്പോ ഇവിടെ ഇതാണ് അമ്മാമ്മയുടെ റൂം. അമ്മാമ്മ ഭയങ്കര ക്ഷീണായി. കിടിലൻ സാധനങ്ങളുടെ വെറൈറ്റി സംഭവങ്ങളൊക്കെയാണ് പരട്ടി വെച്ചിട്ടുണ്ട്. ഇതിലെന്തൊക്കെ പരട്ടി? പച്ചക്കുരുമുളക് മെയിനായിട്ട്. പച്ചമുളക്, പച്ചക്കുരുമുളക്. ആ ഓക്കെ. കുരുമുളകാണ് ഇത്. ഈ സവാള അമ്മായി അമ്മായി ഇനി എന്ത് ചെയ്യമ്മ? കൂർക്ക കാച്ചാനായിട്ടാണ് കൊടുക്ക. ഇതിലെ പോയി കഴിഞ്ഞ വേറെ അപ്പൊ ചേട്ടാ ഫുൾക്കൈയല്ല ഇഷ്ടം. ഡാൻസ് കളിക്കാൻ പോട്ടെ കൈ. ആ എന്നാലും
ഏയ് പീലിങ് പൊന്നു നീ പീലിങ് കളിക്ക്. അവിടെ പോണ്ട തല്ലൊക്കെ ഇടിച്ചിട്ട് നിക്കരുതിട്ടാ. സ്റ്റെപ്പ് നിന്റെ സ്റ്റെപ്പ് അപ്പൊ ചേട്ടൻ കളിച്ചോളപ്പോ. നിന്റെ സ്റ്റെപ്പ് നിന്റെ ഫീലിങ്സ് ഏതാ? അടുത്ത് കാണാൻ പറ്റോ? അമ്മായി കളിച്ചു. എന്റെ മാമനാ എന്റെ ചേട്ടനാന്ന് പറയും. ഇത് എന്റെ ഉണ്ണിയാ. എന്റെ ചേട്ടായി. ഫിഷ് വറുത്ത് വെച്ചിട്ട് ചേട്ടൻ എന്നാ പണ്ണത്? ചെറിയ സാധനം നല്ല അടിക്കണ ആള് ഭയങ്കര സാധനങ്ങളെ പഠിക്കണ. എല്ലാത്തും തിരിച്ച് മറുപടി ഉണ്ട്. ഭയങ്കര മറുപടി. പോയി ഡയലോഗ് അടിച്ചൊക്കെ തിരിച്ചു കിട്ടും. അത് കാരണം അടിക്കാതെ സ്കൂളിൽ നിന്ന് നോക്ക്, വീട്ടിൽ നിന്ന് അപ്പടെ നോക്ക്, നീ കുഞ്ഞു കുട്ടികളിൽ വായിക്കണ്ട. ഫിഷ് ഫ്രൈ, മറ്റേ സാലഡ് എല്ലാം വെച്ചിട്ടുണ്ട്. അടുത്തത് ബീഫ്, കായട്ട ബീഫ്. യാ മോനെ. കൂർക്ക കറി. കൂർക്ക കറി അല്ല, ഉപ്പേരി. പളിഞ്ഞീൻ, ഇന്ത്യൻ കാവിയർ. ഇത് തന്നെ ധാരാളം. പൊരോറ്റ. നോക്ക്.
കൂട്ടപ്പൊരിച്ചില്ല കണ്ടേ ഞാൻ തോന്നുന്നു ഏതോ പോലെ പറമ്പില്ല നിക്കണേ. അയ്യോ അത് കാണുമ്പോ മനസ്സിലാവൂലേ. ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ ഇത്ര ആനയാണ് ഒരു കൈകൊണ്ട് പൊന്തിക്കും ഞാൻ കണ്ടിട്ടില്ല. എല്ലാ ആൾക്കാരും നിന്ന് കാണിക്കണം. അച്ഛൻ കൈയൊക്കെ താത്തിട്ടിട്ടില്ലേ, സൈലന്റ് ആയിട്ട് നിന്ന് കാണുന്നത്. ഇങ്ങനെ നിൽക്കുക. കാണാറുണ്ട്. അപ്പൊ ഗായ്സ്, അപ്പൊ ഞങ്ങളെ ചേട്ടന്റെയും ചേച്ചിയുടെയും വീട്ടിലത്തെ പരിപാടികൾ കഴിഞ്ഞു. അതെ, കഴിച്ച് ഞങ്ങള് കുറെ നേരം സംസാരിച്ച് ഞങ്ങളിപ്പോ ഇവിടുന്ന് പോവാണ്. അതെ. അപ്പൊ ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതെ. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും കമ്മിമിത്തെ new video.